വന്യജീവി ശല്യം രൂക്ഷമായ ഇടുക്കി മൂന്നാറിൽ വോളണ്ടിയറി പ്രൈമറി റെസ്പോൺസ് ടീം രൂപീകരിച്ച് ജനജാഗ്രതാ സമിതി ചേർന്നു. മൂന്നാർ ദേവികുളം മേഖലയിൽ 33 അംഗങ്ങളുള്ള ടീം രൂപീകരിച്ചത് വന്യജീവി ആക്രമണങ്ങളുടെ പ്രതിരോധം മാത്രമല്ല, ഏത് അടിയന്തര ഘട്ടത്തിലും പൊതുജനങ്ങൾക്ക് സഹായമെത്തിക്കാൻ കഴിയുന്ന തരത്തിലാവും ടീമിന്റെ പ്രവർത്തനമെന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ജനജാഗ്രതാ സമിതി രൂപീകരിച്ച് മൂന്നാർ ദേവികുളം മേഖലയിൽ പ്രവർത്തനം സജീവമാക്കുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യ-വന്യജീവി സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്ന തോട്ടം മേഖലയിൽ ജനജാഗ്രതാ സമിതിക്ക് കീഴിലായി 33 പ്രൈമറി വോളണ്ടിയർ റെസ്പോൺസ് ടീം രൂപീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായ പരിശീലനം നൽകും. നിലവിൽ രൂപീകരിച്ചിരിക്കുന്ന റെസ്പോൺസ് ടീം അംഗങ്ങളുടെ വിവരങ്ങൾ പോലീസിന് കൈമാറും. പോലീസിന്റെ ക്ലിയറൻസ് കൂടി കിട്ടിയതിനു ശേഷമാകും പരിശീലനമടക്കം നൽകുക. പ്രൈമറി റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം അത് സർക്കാരിന്റെ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതായത് ഓരോ പ്രദേശത്തെയും അല്ലെങ്കിൽ ആനകളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ തന്നെ ഈ പ്രൈമറി റെസ്പോൺസ് ടീം ബന്ധപ്പെട്ട RRTകളെ അറിയിക്കും. അതോടൊപ്പം തന്നെ മനുഷ്യന് ആ ഭാഗത്തുള്ള പൊതുജനങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അലർട്ട് കൊടുക്കും. അതോടൊപ്പം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകളും ഈ പ്രൈമറി റെസ്പോൺസ് ടീം സ്വീകരിക്കും. അതിനു വേണ്ടിയിട്ട് പ്രൈമറി റെസ്പോൺസ് ടീമിനെ സജ്ജമാക്കാൻ നമ്മളൊരു 2 ദിവസത്തെ ഒരു പരിശീലന പരിപാടി ഉടൻ തന്നെ നമ്മൾ മൂന്നാറിൽ സംഘടിപ്പിക്കുന്നു. മൂന്നാറിൽ ചേർന്ന ജനജാഗ്രതാ സമിതി യോഗം നിലവിലെടുത്തിരിക്കുന്ന പ്രൈമറി റെസ്പോൺസ് ടീമിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുന്നതിന് റെസ്ക്യൂ വാനും മൂന്നാറിൽ ഒരാഴ്ചക്കുള്ളിൽ എത്തിക്കും. ഇടമലക്കുടി അടക്കമുള്ള വിദൂര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ആശുപത്രി ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് വാഹനമെത്തിക്കുന്നത്. പ്രൈമറി റെസ്പോൺസ് ടീം പ്രവർത്തനം സജീവമാകുന്നതോടെ ആനയടക്കം ജനവാസ മേഖലയിലെത്തിയാൽ ഈ വിവരം അപ്പോൾ തന്നെ ജനങ്ങളെയും RRT സംഘത്തെയും അറിയിക്കാൻ സാധിക്കും. ഒപ്പം ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെയും അപകടങ്ങൾ ഉണ്ടാകാതെയും പ്രതിരോധം തീർക്കാനും കഴിയുമെന്നും വനവകുപ്പ് വ്യക്തമാക്കി. മൂന്നാറിൽ ചേർന്ന ജനജാഗ്രതാ സമിതി യോഗത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M മണിമൊഴി, വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷകർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.